ചെങ്ങറ ഭൂസമരത്തിന്റെ ഫലമായി പെരിയ, ചീമേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഗവൺമെന്റുമായി നടത്തിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരം ഭൂമിയും വീടും മറ്റ് സൗകര്യങ്ങളും അധികൃതർ ഒരുക്കി നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷം 10 കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകിയത് കള്ളാർ വില്ലേജ് പൂടുങ്കലിനടുത്തുള്ള ചേറ്റുകല്ലിലായിരുന്നു. 50 സെന്റ് വീതമുള്ള 10 ഫ്ലോട്ടുകൾക്കായാണ് പട്ടയം അനുവദിച്ചത്. വഴി സൗകര്യമോ വെള്ളമോ ലഭിക്കാത്ത സ്ഥലമായതിനാൽ 2 കുടുംബങ്ങൾ ഈ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മറ്റ് 2 കുടുംബങ്ങൾ പട്ടയം കൈപ്പറ്റിയെങ്കിലും ഇതേ പ്രശ്നങ്ങൾ കാരണം 6 കുടുംബങ്ങൾ സ്ഥിരതാമസത്തിനായി എത്തിച്ചേർന്നിട്ടില്ല. താമസം ആരംഭിച്ച ശകുന്തള, പൊന്നമ്മ എന്നിവരുടെ കുടുംബങ്ങളാണ് കുടിവെള്ളം പോലുമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ 50 സെന്റ് ഭൂമിയും കൃഷിയൊരുക്കാനായി 50,000 രൂപയും വാഗ്ദാനം ചെയ്ത ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് ലഭിച്ചത് താൽക്കാലിക ഷെഡ് നിർമ്മിക്കാനായി അനുവദിച്ച 3,000 രൂപ മാത്രമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ലിസ്റ്റിൽപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇവരുടെ റേഷൻ കാർഡ് പോലും ഇപ്പോഴും APL വിഭാഗത്തിലാണുള്ളത്. ശകുന്തളയുടെ കുടുംബത്തിന് റേഷൻ കാർഡ് ലഭ്യമായിട്ടില്ല. അനുവദിച്ച ഭൂമിയുടെ അതിരുകൾ നിർണയിച്ച് പ്ലാൻ തയ്യാറാക്കി നൽകാൻ പല പ്രാവശ്യം വില്ലേജ് ഓഫീസിൽ ചെന്നെങ്കിലും ഇതുവരെ ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ലെന്ന് ശകുന്തള പറഞ്ഞു. സർക്കാർ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ആവശ്യപ്പെട്ട വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് 50 സെന്റ് കൃഷിഭൂമി, കൃഷി ചെയ്യാൻ 50,000 രൂപ, ഞങ്ങൾക്ക് റേഷൻ കാർഡ്, 1 രൂപ അരി, പിന്നെ ഞങ്ങൾക്ക് കറണ്ട്, കക്കൂസ്, വെള്ളം, വഴി സൗകര്യം ഇതെല്ലാം തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ സമരം പിൻവലിച്ച് ഞങ്ങൾ ഈ ഭൂമി കൈപ്പറ്റാനെ കൊണ്ട് ഞങ്ങൾ സന്നദ്ധരായത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ള 7 കുടുംബക്കാരും വഴിയില്ലാതെ ഇവിടെ കിടന്ന് വലയാണ്. 10 കുടുംബങ്ങൾക്കായി പതിച്ചു നൽകിയ 5 ഏക്കർ ഭൂമിയിൽ 1 ഏക്കർ ഭൂമി പ്രദേശവാസികൾ കൈയടക്കി വെച്ചിരിക്കുന്നതായും പ്രദേശത്തെ ചിലർ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ പരാതിപ്പെടുന്നു. പൊന്നമ്മയുടെ കുടുംബത്തിന് ആദ്യം പഞ്ചായത്ത് റോഡിനോട് ചേർന്നുള്ള സ്ഥലം അനുവദിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. ഈ സ്ഥലം ഇവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് വഴി സൗകര്യമില്ലാത്ത സ്ഥലം നൽകുകയായിരുന്നു. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമിയാണ് ലഭിച്ചതെങ്കിലും അത് അളന്നു തിരിച്ച് അതിരുകൾ രേഖപ്പെടുത്തി നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് മറ്റ് ചില സ്വാധീന നിമിത്തമാണെന്നാണ് ഇവർ പറയുന്നത്. ചേറ്റുകല്ല് മുതൽ ഇടക്കടവ് വരെ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽപ്പെടുത്തി ഇവരുടെ വീടുകൾക്ക് സമീപം റോഡിൽ ഒരു കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ കുടിവെള്ളത്തിനെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കിണറുകളെ ആശ്രയിക്കാതെ കഴിയാമായിരുന്നു എന്ന് ഇവർ വേദനയോടെ പറയുന്നു. മഴ ശക്തമായി തുടരുമ്പോൾ കയറിക്കിടക്കാൻ സുരക്ഷിതമായ വീട് പോലും ഇവർക്കില്ല. ഓല കൊണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും മറച്ച ചെറിയ കൂരയിലാണ് ഇവരുടെ താമസം. കുടിവെള്ളവും വഴി സൗകര്യവും കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരു കൂരയും മാത്രമാണ് ഈ പാവങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.